You're the light, you're the night, you're the color of my blood. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡലിൽ ഒരു വീഡിയോ ഇങ്ങനെ സിമ്പിളായിട്ട് ഇൻഷോട്ട് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അവിടെ 3 ഓപ്ഷൻ ഉണ്ട്: വീഡിയോ, ഫോട്ടോ ആൻഡ് കൊളാഷ്. അതിൽ വീഡിയോൻ്റെ സെക്ഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ സെക്ഷനിലേക്ക് പോകാം. ഇനി ഇവിടെ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീണ്ടും 3 ഓപ്ഷൻ ഉണ്ട്: വീഡിയോ, ഫോട്ടോ, ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ വീഡിയോൻ്റെ സെക്ഷന് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ സെലക്ട് ചെയ്തിടാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിൽ ഈ ഒരു ഓപ്ഷനിൽ പോവുക, 9:16 റേഷ്യോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് താഴോട്ടേക്കൊന്ന് വലിച്ചിടാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് മാറുന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത സെയിം വീഡിയോ ഒന്നും കൂടി ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് PIP എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. അവിടെ വീഡിയോൻ്റെ സെക്ഷനിൽ നേരത്തെ സെയിം വീഡിയോ ഒന്നും കൂടി ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് സ്ക്രീനിൽ നമുക്ക് എത്ര വലിപ്പത്തിൽ കാണണം എന്നുള്ളത് കൈ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനൊരു ഫ്രെയിം കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഗ്രീൻ സ്ക്രീൻ ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും PIP എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. ഫോട്ടോൻ്റെ സെക്ഷന് ഗ്രീൻ സ്ക്രീനിൻ്റെ ഫ്രെയിം ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. ആ ഒരു ഫ്രെയിം വേണ്ടവരെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതൊന്ന് വീഡിയോൻ്റെ എൻഡ് വരെ ആക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു എൻഡ് ടച്ച് ചെയ്തതിന് ശേഷം അവിടെ വീഡിയോ എൻഡ് എന്ന് കൊടുക്കുക. അപ്പോൾ വീഡിയോൻ്റെ എൻഡ് വരെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ ക്രോമാക്കി എനേബിൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെയിം ലെയർ സെലക്ട് ചെയ്തിട്ട് ക്രോമാക്കി എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ഗ്രീൻ കളർ സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഒരു 50% സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഫ്രെയിമിന് കണക്കായിട്ട് നമ്മുടെ വീഡിയോൻ്റെ ലെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ക്രോപ്പിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ക്രോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനതും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോൻ്റെ ലെയർ ഫ്രെയിമിൻ്റെ മുകളിലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കത് താഴത്തേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ ഫ്രെയിമിൻ്റെ ലെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ലെയർ താഴേക്ക് പോകും. നമുക്ക് വേണമെങ്കിൽ വീഡിയോൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ഫിൽറ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഫിൽറ്ററിൻ്റെ ഓപ്ഷനിൽ പോവുക. ഫിൽറ്റർ മാറ്റണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഇതിലേക്ക് പോവുക. അവിടെ നമുക്ക് ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ഹൈലൈറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു ലിറിക്കൽ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും PIP എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. എന്നിട്ട് വീഡിയോൻ്റെ സെക്ഷന് നിങ്ങളുടെ കയ്യിലുള്ള ലിറിക്കൽ വീഡിയോ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു വീഡിയോ ആഡ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്ലെൻഡിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് സ്ക്രീന് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണ് വേണ്ട, ഞാൻ താഴത്തെ പൊസിഷനിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് വേണ്ട പൊസിഷനിലൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അതും സെറ്റായി. ഇനി ഞാൻ ആ മേലത്തെ പോർഷനിൽ ഞാൻ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഇമോജീസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിൽ പോവുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഇമോജീസ് അവിടെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുക. പൊസിഷൻ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനതും ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എന്ത് ചെയ്യാം? ഒരു പാർട്ടിക്കിൾസ് വേണമെങ്കിൽ പാർട്ടിക്കിളിന് അഥവാ ടെംപ്ലേറ്റ് എന്തെങ്കിലും പാർട്ടിക്കിൾസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. വീണ്ടും PIP എന്ന് പറയുന്ന ലെയറിൽ പോയിട്ട് വീഡിയോൻ്റെ സെക്ഷന് നിങ്ങളുടെ കയ്യിലുള്ള ടെംപ്ലേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അത് നമ്മൾ ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. ഫുൾ സ്ക്രീൻ ആക്കിയതിന് ശേഷം നമുക്കതൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലെൻഡിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് സ്ക്രീന് സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് എനിക്ക് ഈ ഒരു പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഈ ഒരു ലെയർ എനിക്ക് വീഡിയോൻ്റെ ലെയറിൽ കാണേണ്ട ആവശ്യമില്ലെങ്കിൽ, ആ ഒരു പാർട്ടിക്കിൾ വീഡിയോ ലെയറിന് ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? വീഡിയോൻ്റെ ലെയർ ഒന്ന് ടച്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോൻ്റെ ലെയർ ഈ പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ടെംപ്ലേറ്റിൻ്റെ മുകളിലേക്ക് വരും.
അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രെയിമില്ലേ, ഗ്രീൻ സ്ക്രീനിൽ ഫ്രെയിമും ഒന്ന് ടച്ച് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സാധാരണ എല്ലാവരും അലൈറ്റ്മോഷനും വിഎനും നമുക്ക് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് നമ്മുടെ ഇൻഷോട്ട് യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് വീഡിയോ ഉണ്ടാവുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.